പഹൽഗാം ഭീകരാക്രമണത്തിൽ അതിന്റെ മുഖ്യ സൂത്രധാരനായി തന്നെ പ്രവർത്തിച്ചത് ഭീകര നേതാവ് ഹാഫിസ് സയ്യിദാണ്. ഇത്തരം ഒരു ഗുരുതര കണ്ടെത്തൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് പഹൽഗാം ഭീകരാക്രമണ കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നു. രാജ്യാന്തര ഭീകരനും ലഷ്കർ-ഇ തോയ്ബയുടെ തലവനുമായ ഹാഫിസ് സയ്യിദിനെ പ്രതി ചേർത്തുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA ഇപ്പോൾ അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ നടുക്കിയ ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയിൽ ഹാഫിസ് സയ്യിദിന് നേരിട്ടുള്ള പങ്കുണ്ട് എന്നതാണ് അന്വേഷണ ഏജൻസിയുടെ നിർണായക കണ്ടെത്തൽ. NIA പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിൽ ആക്രമണത്തിന്റെ ആസൂത്രണം മുതൽ സാമ്പത്തിക സഹായം, ഭീകര ശൃംഖലയുടെ ഏകോപനം എന്നിവ വളരെ വലുതായി തന്നെ പാകിസ്ഥാനിൽ നിന്നാണ് ഇത് നിയന്ത്രിക്കപ്പെട്ടത് എന്നതാണ് വ്യക്തമാക്കുന്നത്. അതായത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹാഫിസ് സയ്യിദാണ് ലഷ്കർ-ഇ തോയ്ബ നേതാവും ഭീകരനുമായ ഹാഫിസ് സയ്യിദാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമായ ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അന്വേഷണത്തിനിടെ തന്നെ ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകൾ, സാങ്കേതിക വിവരങ്ങൾ, രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഹാഫിസ് സയ്യിദാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നത് കണ്ടെത്തുകയും ഇതോടുകൂടി തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ പ്രകാരം ജമ്മു കാശ്മീരിൽ നടന്ന നിരവധി ഭീകര പ്രവർത്തനങ്ങൾക്കും അതിന്റെ സാമ്പത്തിക സഹായത്തിനും പിന്നിൽ ഹാഫിസ് സയ്യിദും അദ്ദേഹത്തിന്റെ ഭീകര ശൃംഖലയും പ്രവർത്തിച്ചിരുന്നതായി തന്നെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പഹൽഗാം ആക്രമണവും അതേ ശൃംഖലയുടെ ഭാഗമായിരുന്നു എന്നതാണ് ഇപ്പോൾ NIA-യുടെ വിലയിരുത്തൽ. അതുമാത്രമല്ല, ഈ കുറ്റപത്രത്തിലൂടെ തന്നെ ഭീകരാക്രമണം ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല എന്നും അതിർത്തിക്ക് അപ്പുറത്തു നിന്നുകൊണ്ട് തന്നെ ആസൂത്രണം ചെയ്യപ്പെട്ട വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ആക്രമണത്തിനായി തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്തതു മുതൽ അവരുടെ പരിശീലനം, സാമ്പത്തിക സഹായം ഇതെല്ലാം എത്തിച്ചു നൽകുകയും ആക്രമണത്തിന്റെ ഏകോപനം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ കഴിയുന്ന ഹാഫിസ് സയ്യിദ് ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരരിൽ ഒരാളാണ്. മുംബൈ 26/11 ഭീകരാക്രമണം ഉൾപ്പെടെ തന്നെ നിരവധി കേസുകളിൽ അദ്ദേഹത്തിന്റെ പേര് നേരത്തെ തന്നെ ഉയർന്നു വന്നതുമാണ്. ഇപ്പോൾ ആകട്ടെ പഹൽഗാം ആക്രമണ കേസിലും അദ്ദേഹത്തെ പ്രതി ചേർത്തതോടുകൂടി തന്നെ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചു വരുന്ന ഭീകര ശൃംഖലകളെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാടിന് കൂടുതൽ നിയമപരമായ ഒരു അടിത്തറ ലഭിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ പോലും ഈ കുറ്റപത്രം ശ്രദ്ധേയമാകുമെന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. ഭീകരവാദത്തിന് അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള പിന്തുണ സംബന്ധിച്ച ഇന്ത്യയുടെ ആ ഒരു വാദത്തിന് അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുകൾ കൂടുതൽ അവിടെ കരുത്തുറ്റതാകുമെന്നതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ ഇനി കോടതിയിൽ പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കുന്നതായി തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഭീകരൻ ലഷ്കർ-ഇ തോയ്ബ ഭീകരനും ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുമായ ഹാഫിസ് സയ്യിദിനെ തിരഞ്ഞുകൊണ്ട് അജ്ഞാതൻ അവിടെ പാകിസ്ഥാനിൽ വട്ടമിടുന്നുണ്ട്, അല്ലെങ്കിൽ 4 കോണുകളിലും ആ റഡാർ വലയത്തിൽ ഹാഫിസ് സയ്യിദ് ഉണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇപ്പോഴും ഹാഫിസ് സയ്യിദ് എവിടെയാണോ അല്ലെങ്കിൽ അയാൾ എവിടെയാണ് തമ്പടിച്ചിരിക്കുന്നത്, അയാളുടെ താവളം എവിടെയാണ് എന്ന കാര്യത്തിൽ പോലും ഇതുവരെയും യാതൊരുവിധ സ്ഥിരീകരണങ്ങളും പുറത്തു വന്നിട്ടില്ല. എന്നാൽ പോലും അജ്ഞാതനാകട്ടെ ആ കൊടും ഭീകരനെ വകവരുത്താനുള്ള എല്ലാ പദ്ധതികളും തന്ത്രങ്ങളും ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്, അണിയറയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന ഒരു സുപ്രധാന വിവരം കൂടി പുറത്തു വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വിവരം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലഷ്കർ-ഇ തോയ്ബ ഭീകരനും മോസ്റ്റ് വാണ്ടഡ് കൊടും ഭീകരനും മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലുമായ ഹാഫിസ് സയ്യിദാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.